നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് ഡെയിലി റിവാർഡും ഡെയിലി കോംബോയും ഡെയിലി സൈഫർ കോഡും ഒക്കെ അടിച്ച് നമുക്ക് റിവാർഡ് പോയിന്റ് കളക്ട് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് നമ്മൾ അടിച്ചിട്ടുണ്ടോ, അതായത് രാത്രി 12 മണിക്കും വൈകുന്നേരം 5 മണിക്കുമാണ് ഇത് റീസെറ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകും. അത് എങ്ങനെയാണ് നോക്കുന്നത്, അതായത് നമ്മുടെ മൊബൈലിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞതാണോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത്. അതേപോലെ തന്നെ പുതിയ കുറച്ച് ടാസ്കുകളിൽ വന്നിട്ടുണ്ട്. കാർഡ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും. ഇത് ടെലഗ്രാമിലെ ഒരു ബോട്ടാണ്. നമ്മൾ താഴെ കാണുന്ന പ്ലേ എന്നുള്ളത് അമർത്തുന്നു. $75.37K നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു. ബിങ്കെക്സ് കൊടുക്കുന്നു. ഇവിടെ ഡെയിലി റിവാർഡ്, ഡെയിലി സൈഫർ, ഡെയിലി കോംബോ 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ഡെയിലി കോംബോ മാത്രമേ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത് ഒരു ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. അതാണ് അത് അറിയാനുള്ള മാർഗം. മറ്റേത് രണ്ടും ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ എടുത്തിട്ടില്ല. ഡെയിലി റിവാർഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോ വന്നിട്ടുണ്ട്. 1,00,000 കോയിൻസ് നമുക്ക് കിട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. വാച്ച് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒഫീഷ്യൽ ചാനലിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. യൂട്യൂബ് ചാനലാണ്. ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്തതിന് ശേഷം പിറകോട്ടടിക്കുന്നു. ഇവിടെ നമ്മൾ വാച്ച് ചെയ്തു. വെയിറ്റ് 1 hours ടു മോഡറേഷൻ ചെക്ക് ടു ക്ലൈം ദ പ്രൈസ്. ഈ 1,00,000 കിട്ടണമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇവിടെ ചെക്ക് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആയി വരും. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1,00,000 കോയിൻസ് നമ്മുടെ ഹോമിലേക്ക് അല്ലെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് വരുന്നതാണ്. അതേപോലെ ഡെയിലി റിവാർഡ് ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 5ാമത്തെ ദിവസമാണ്. 15K റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലൈം എന്നുള്ളത് കൊടുത്താൽ മതി. അത് നമുക്ക് അപ്പോൾ തന്നെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സക്സസ് എന്ന മെസ്സേജ് മുകളിൽ വന്നിട്ടുണ്ട്. ടാസ്ക്സ് ലിസ്റ്റിൽ നമുക്ക് പുതിയ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ 5,000 കോയിൻസ് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു അവസാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരു പുതിയ ന്യൂസ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 കോയിൻ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ജോയിൻ ക്രിപ്റ്റോ ന്യൂസ് ചാനൽ എന്നുള്ളത് ജോയിൻ കൊടുക്കുന്നു. ടെലഗ്രാം ചാനലാണ്. ജോയിൻ ചെയ്തതിന് ശേഷം പിറകോട്ട് പോകുന്നു. ഇതും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1,00,000 കോയിൻ കൂടെ നമ്മുടെ ഹോംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് വരുന്നതാണ്. ഒന്ന് പിറകോട്ട് പോയി നോക്കുന്നു. അപ്പോൾ ഇവിടെ ഡെയിലി റിവാർഡ് എന്നുള്ളത് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി കിട്ടുന്ന സൈഫർ കോഡും കോംബോ കോഡും റിവാർഡും ഇവിടെ ഏൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നത്. ഇപ്പോൾ ഡെയിലി സൈഫറിൻ്റെത് ബ്ലിങ്ക് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അടിച്ചിട്ടില്ല. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അടിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത് പുതിയ കാർഡുകൾ എങ്ങനെയാണ് വാങ്ങുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ മൈനിൽ പോകുന്നു. നേരെ ഏറ്റവും അവസാനം കാണുന്ന സ്പെഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ കാർഡുകൾ, വാങ്ങിയ കാർഡുകൾ കാണിക്കുന്നുണ്ടാകും. അതിൻ്റെ തൊട്ടടുത്ത ഓപ്ഷൻ ന്യൂ കാർഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാങ്ങാനുള്ള കാർഡുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. എനിക്ക് 2 എണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള കാർഡുകളൊക്കെ ഞാൻ വാങ്ങിയതാണ്. അതൊക്കെ മൈ കാർഡ്സ് എന്നുള്ള അവിടെ കാണിക്കുന്നുണ്ടാകും. ന്യൂ കാർഡിൽ പുതിയ ഒരു കാർഡ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 10,00,000 കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് വാങ്ങാൻ സാധിക്കും.
ഗോ ഹെഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്ത് ആ കാർഡ് വാങ്ങിയിട്ടുണ്ട്. ന്യൂ കാർഡ് പോകുന്ന സമയത്ത് അത് കാണിക്കില്ല. നേരെ മൈ കാർഡിൽ നോക്കുന്ന സമയത്ത് അവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യു ഓൺ ദിസ് കാർഡ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാർഡ് വാങ്ങുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതും കൂടെ പറയാം. നമ്മൾ ഇതിൻ്റെ മുമ്പേ വാങ്ങിയ ഒരു ഫുട്ബോളിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡ് വാങ്ങിയ സമയത്ത് ഫുട്ബോളിൻ്റെ കളി കഴിഞ്ഞ സമയത്ത് നമുക്ക് അതിന് ഒരു പ്രത്യേക ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ന്യൂ കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ദുബായിൽ ഒരു ഓഫീസ് തുറക്കാനുള്ള ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണല്ലോ. അപ്പോൾ നമുക്ക് ദുബായിൽ ഒരു ഓഫീസ് വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് ന്യൂ കാർഡ്സ് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ എൻ്റെ കാർഡാണ്. അത് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്. 10 ലക്ഷം കോയിൻസ് കൊടുത്ത് അതും ഞാൻ എടുക്കുകയാണ്. കാരണം ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നത്. ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് CEO ആയിട്ടുള്ള ഞാൻ ദുബായിൽ ഒരു ഓഫീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കോയിൻസ് കൊടുത്തു. അപ്പോൾ അതും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ ദുബായ് ഓഫീസ്. ഇപ്പോൾ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ദുബായിൽ ഒരു ഓഫീസ് വാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ സ്പെഷ്യലിൽ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് ന്യൂ കാർഡ് എടുത്താൽ ഇപ്പോൾ ന്യൂ കാർഡ്സ് വിൽ അപ്പിയർ സൂൺ, സ്റ്റേ ട്യൂൺഡ്. അതായത് ഇനി വരുന്നതാണ്, അപ്പോൾ നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത് പുതിയ കാർഡുകൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാർഡുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.